അബിയുടെ ഉഗ്രം ഫോട്ടോ വന്നിട്ടുണ്ട്. ഹാൻസം ആൻഡ് ഡാഷിംഗ് ലുക്ക്. ശരിക്കും ഒരു റോക്ക് സ്റ്റാർ. അമ്മ വാർത്തകൾ വായിക്കുന്നതിന് പകരം സംസാരിക്കുന്നതാ കൂടുതൽ. പറയാനുള്ള വാർത്തകളാണ്, അതുകൊണ്ടല്ലേ പറയുന്നത്. അമ്മ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന എനിക്ക് നേരെ ചൊവ്വേ വായിക്കാൻ പറ്റില്ല. ഗുഡ് മോർണിംഗ് അമ്മ. ഗുഡ് മോർണിംഗ് അച്ഛമ്മ. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എവിടെ? അല്ല, നീ എപ്പോഴും കുളിച്ചിട്ടല്ലേ കഴിക്കുന്നേ? ഇന്നെന്ത് പറ്റി? എന്തായാലും വാ. പ്രിയ, പതുക്കെ കഴിക്കേ, ഇല്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങും. സമയല്ലമ്മേ, ലേറ്റ് ആവാ. വേഗം റെഡി ആവണം. തിരക്കിനിടയിൽ നീ എന്തെങ്കിലും മറന്നുപോയോ മോളെ? എന്താ അച്ഛമ്മ? നമ്മൾ അവിടെ ഇവന്റിൽ വരണോ വേണ്ടയോ? ഓ, ഞാനിത് മറന്നുപോയി. ഇപ്പൊ പറയാം. അല്ല ചേച്ചി, രാവിലെ തന്നെ എന്തിനാ എന്നെ വിളിക്കുന്നേ? ഹലോ. ആ പ്രണവ് എന്ത് ചെയ്യുന്നു? പ്രിയച്ചി എന്നോടൊന്നും ചോദിക്കരുത്. എന്താ, എന്തു പറ്റി? അവളാണെങ്കിൽ പ്രിയച്ചി ആലി എന്ത് ചെയ്തു? എന്ത് പറയാനും, അവൾക്കാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. ചേച്ചിക്കറിയോ, അവിടെ ഒരു ഈവന്റ് ഉണ്ടായിരുന്നു, മ്യൂസിക് ലോഞ്ച്. അത് ഗണപതി ഈവന്റിന്റെ ഒപ്പമായിരുന്നു. അവൻ വീട്ടിലെ എല്ലാവരോടും അവിടെ വരാൻ പറഞ്ഞായിരുന്നു. എല്ലാവരെയും ഇൻവൈറ്റും ചെയ്തിരുന്നു. പക്ഷേ എല്ലാവരും പോകാനായിട്ട് റെഡി ആയപ്പോൾ ആലി വന്നിട്ട് പറയാ ആരും എങ്ങോട്ട് പോണ്ടാന്ന്. പിന്നെ ചേച്ചിക്ക് അറിയാലോ അച്ഛമ്മയ്ക്ക് ഇതിനൊക്കെ വരാൻ വലിയ ഇഷ്ടമാണെന്ന്. അവൾ എല്ലാവരുടെയും മൂഡില്ലാതാക്കി. അത് ശരിയായില്ല. പക്ഷെ സാരമില്ല, നീ അവിടെ എത്തുമല്ലോ അല്ലേ? നീ പോവാതിരിക്കാൻ അവള് പറഞ്ഞില്ലല്ലോ. ചേച്ചി, അവൾക്ക് എന്നെ തടയാനൊന്നും കഴിയില്ല. പക്ഷെ ഞാനും അങ്ങോട്ട് പോകുന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ പോകണം. ഒരുപാട് ജോലിയുണ്ട്. ഫാമിലി വരാതിരുന്നാൽ അവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ചെന്നില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അബി ഉറപ്പായും ദേഷ്യപ്പെടും. അദ്ദേഹം അങ്ങനെ ദേഷ്യപ്പെടില്ല. നീ അദ്ദേഹത്തിന്റെ ആവശ്യത്തിനല്ലേ പോകുന്നത്, പിന്നെ എന്തിനാ വഴക്ക് പറയുന്നത്? പ്രിയച്ചി, ചേച്ചിക്ക് അവനെ അറിയാലോ, അവന് വിശ്വസിക്കാനേ കഴിയില്ല. വലിയ കൂട്ടുകാരനല്ലേ, മാനേജ് ചെയ്യേ. മാനേജ് ചെയ്തല്ലേ പറ്റൂ പ്രിയച്ചി. ശരി, ഞാൻ ഫോൺ വെക്കാണേ. ബൈ. ഓക്കെ, ബൈ. ഒരു മിനിറ്റ്, ഞാനാ ചേച്ചിയോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നത്. ചേച്ചി എന്തിനാ എന്നെ വിളിച്ചത്? അവരാരും വരുന്നില്ല, നിങ്ങക്ക് വരാപ്പ. മോളെ, വീട്ടിലുള്ളവർ വന്നില്ലെങ്കിലും ആലി എന്തായാലും അവിടെ ഉണ്ടാവില്ലേ? അവൾ നമ്മൾ അഭിയോട് സംസാരിക്കുന്നത് കണ്ട, അവന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ട. നോക്ക് സർല, എന്റെ അഭിപ്രായത്തിൽ നീ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. ഞങ്ങൾ പോയിക്കോളാം. ഞങ്ങൾ അവിടെ ചെന്ന് നോക്കാം അവൾ അവിടെ എന്താ കാണിക്കുന്നതെന്ന്. ആ ഐശ്വര്യ റായ്. അമ്മേ, നമ്മള് പോണം. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും. അദ്ദേഹം വളരെ സ്നേഹത്തോടെ വിളിച്ചത്. പോയില്ലെങ്കിൽ അദ്ദേഹത്തിന് വിഷമാവും. എന്നാ വേഗം എല്ലാരും തയ്യാറാവും. ലേറ്റ് ആവണ്ട. സമ്മതിച്ചു, ഇറങ്ങി. എന്റെ ചുരിദാർ തേച്ച് വെക്കേ. ഗണപതി ഭഗവാൻ വിജയിക്കട്ടെ! ഗണപതി ഭഗവാൻ വിജയിക്കട്ടെ! മംഗളമൂർത്തി വിജയിക്കട്ടെ! ഗണപതി ഭഗവാൻ വിജയിക്കട്ടെ! 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 ആഹാ, കൊള്ളാലോ. സാധാരണ എപ്പോഴും ടയർഡായിട്ടാ കാണുന്നേ. ഇതിപ്പോ ദൈവത്തിന് വേണ്ടി ഭയങ്കര എനർജിയാണല്ലോ. ദർശനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ? നീ ഇന്നലെ രാത്രി അമ്പലത്തിലല്ലായിരുന്നു? രാത്രി മുഴുവനും തപസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാവുമ്പോ ദൈവം നേരിട്ട് ദർശനം തന്നു കാണില്ലേ? ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാവോ? നന്നായിരുന്നു. എന്റെ ലൈഫ് ഫുൾ ചേഞ്ച് ആയി. ശരിയാ, അത് കാണാനുമുണ്ട്. നിന്നെ ഇപ്പൊ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾ എന്നെ കളിയാക്കാൻ നോക്കിയതാ? കളിയാക്കാൻ നോക്കിയതല്ല, കളിയാക്കിയതാ. നീ നിന്നെ തന്നെ ഒന്ന് നോക്ക്, എന്നിട്ട് ബാക്കിയുള്ളവരെ ഒന്ന് നോക്ക്. ഗണപതി ഭഗവാൻ വിജയിക്കട്ടെ! എല്ലാരും ഹോട്ട് ആൻഡ് ഹാപ്പനിങ് ആയിട്ടില്ലേ? നീ എന്റെ ഫാൻ ആയിരുന്നെങ്കിൽ ഇതുപോലുള്ള ഡ്രസ് ഇട്ടോണ്ട് വന്നേനെ. കാണാനൊക്കെ എന്ത് രസമല്ലേ? ദൈവം നിനക്ക് ദർശനം തന്നു, പക്ഷേ ഡ്രസ്സിംഗ് സെൻസ് തന്നില്ല. എനിക്ക് അതുപോലെ ആകാൻ താല്പര്യമില്ല. അതെ, ജലസി ഒളിക്കാനുള്ള കാരണമായല്ലോ. ഞാൻ എന്തിനും ജലസാവണം? ഞാൻ അവരെ നോക്കുന്ന പോലും ഇല്ലല്ലോ. ആണോ? പിന്നെന്താ നോക്കിയത്? ഞാൻ ഇവിടെ ഗണപതി പൂജയിൽ പങ്കെടുക്കാൻ വന്നതാ. പൂജയ്ക്ക് വന്നതാണെങ്കിൽ എന്നോട് എന്തിനാ വഴക്കിടുന്നത്? നോക്കൂ, ഞാൻ നിങ്ങളോട് വഴക്ക്. പറഞ്ഞോ, എന്താ പറയാൻ വന്നേ? എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. ചേച്ചി, ഞാൻ ചിന്തിക്കുന്ന കാര്യം തന്നെയാണോ ചേച്ചിയും ചിന്തിക്കുന്നത്? നീ എന്താ ചിന്തിക്കുന്നത്? അത് ചേച്ചി, ആലിയ നമ്മളെ അബിയുടെ ആൽബം റിലീസ് ഫംഗ്ഷനിൽ പോകുന്നത് തടഞ്ഞില്ലേ? അതിന്റെ പിറകിൽ അബിയുടെ ആരോഗ്യത്തിന്റെ കാര്യമാണോ അതോ മറ്റെന്തെങ്കിലും കാര്യമാണോ? എന്ന് വെച്ചാ ചേച്ചി, ആലിയ നമ്മളെ അവിടെ പോകുന്നത് തടഞ്ഞില്ലേ? അതിന്റെ പിന്നിൽ എന്തോ കള്ളത്തരമുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. പക്ഷെ ഈ ആലിയ ഉണ്ടല്ലോ, വലിയ കൗശലക്കാരിയാ. അവൾ എന്ത് ചെയ്യുമെന്നോ അവൾ എന്താണ് പറയാൻ പോകുന്നതെന്നോ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ആലിയല്ലേ അബിയെ ആരോ ഒരാളുമായിട്ട് കൂട്ടിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇവന്റിൽ ഉണ്ടായ പിന്നെ
അവളുടെ ഇഷ്ടം നടക്കില്ല. അതുകൊണ്ട് അവൾ നമ്മൾ ഇവന്റ് പോകുന്നത് തടഞ്ഞു. പക്ഷെ അതാരായിരിക്കും? അഭിയെ കാണുന്നത് നമുക്ക് ഇഷ്ടമല്ലാത്ത വ്യക്തി? തനു. ആ ശരിയാ. അഭി വീട്ടിൽ തിരിച്ചു വന്നിട്ട് ഇതെത്ര നാളായി, പക്ഷെ അവൾ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. ഈ ഈച്ചയില്ലേ, അത് ശർക്കരയെ ചുറ്റിപ്പറ്റിയല്ലാതെ ഒരിക്കലും വെറുതെ ഇരിക്കില്ല. അവളുണ്ടല്ലോ, അഭിയുടെ ജീവിതത്തിൽ തിരിച്ചു വരാനുള്ള ശ്രമം തീർച്ചയായും നടത്തും. എനിക്ക് തോന്നുന്നത് ആലിയല്ലേ. എന്തായാലും തനുവിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. പിന്നെ ചേച്ചിക്കറിയില്ലേ, തനു വീണ്ടും മോഡലിംഗ് തുടങ്ങിക്കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവളുടെ ഫോട്ടോ മാഗസിന്റെ ഫ്രണ്ട് കവറിൽ കണ്ടതാ. എന്തായാലും അവരുടെ മനസ്സിൽ എന്തോ പ്ലാനിങ് ഉറപ്പായി നടക്കുന്നുണ്ട്. എനിക്ക് തനുവിനെ വീണ്ടും അഭിയുടെ ഒപ്പം ഇനി കാണണ്ട. ഇനി എന്ത് ചെയ്യും ചേച്ചി? പിന്നെ ചിന്തിക്കാം. ഇപ്പൊ എന്റെ മൂഡ് മൊത്തം പോയി. ഇനി അത് ശരിയാകാൻ ഒരു വഴിയേ ഉള്ളൂ. അതെന്താണ്? അതെന്തെന്ന് വെച്ചാ എനിക്ക് പ്രിയയുടെ അമ്മയെ അച്ഛമ്മയെ ഒക്കെ കാണണം എന്ന് തോന്നുന്നു. ഞാനും അത് കുറച്ചു നാളായി ചിന്തിക്കുന്നു. അവരെ കണ്ട് സംസാരിച്ചിട്ട് കുറെ നാളായല്ലോ എന്ന്. നമുക്ക് പോയി കണ്ടിട്ട് വന്നാലോ? ആ ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ. അവരോട് കുറച്ചു നേരം സംസാരിച്ചാ മനസ്സിലെ വിഷമം ഇല്ലാതാകും. ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയില്ല. ബാക്കി എല്ലാവരും അവരവരുടെ ജോലികളുടെ തിരക്കില്ല. സൈറ മാം ഉണ്ട്, പക്ഷേ ബോസ് മറ്റേതോ ഗസ്റ്റിനെ റിസീവ് ചെയ്യാൻ പറഞ്ഞയച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ കാറ്റാടി ഒറ്റയ്ക്ക് നിന്ന് വിഷമിക്കുന്ന പോലെ ഉണ്ടല്ലോ. ചിലപ്പോ എൻ്റെ ഫാമിലി വരാത്ത പോലെ ഇവളെ ഫാമിലി വരാത്തത് കൊണ്ട് വിഷമത്തിലായിരിക്കും. ഏട്ടാ, എങ്ങോട്ടേക്ക് പോവാ? ഞാൻ ഒരാളെ കാണാൻ പോവാ. എന്താ? അതൊക്കെ പിന്നെ കാണാൻ പോവാ. എനിക്കൊരു ഇമ്പോർട്ടന്റ് ആളെ പരിചയപ്പെടുത്താനുണ്ട്. ചിലപ്പോ അടുത്ത പ്രോജക്റ്റ് ഇയാളുടേതാവും. ആ മിസ്റ്റർ ഗോപാൽ, ഇതാണ് എന്റെ ഏട്ടൻ. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു ടു. അടുത്ത തവണ ഇതിനേക്കാൾ വലിയൊരു ഇവന്റ് പ്ലാൻ. ഹൗ യു ലൈക്ക് മൈ പ്രോജക്റ്റ്? വളരെ നന്നായിട്ടുണ്ട്. നീ എന്താ മിണ്ടില്ലേ? നീ ഇപ്പോഴാ വരുന്നേ? ആ വൈകിപ്പോയി. എന്നാലും വന്നല്ലോ ഞാൻ. അല്ല, നീ എന്താ കരുതിയത് ഞാൻ വരില്ലാന്നോ? ഇല്ല, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. എനിക്കറിയാം അബി, നീ എന്നെ മിസ് ചെയ്യുമെന്ന്. അതല്ലേ ഞാൻ വന്നത്. പിന്നെ നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്റെ ഈവന്റിന് വരില്ലാന്നോ? അങ്ങനെ സംഭവിക്കും അബി? നെവർ ബ്രോ. പിന്നെ ഫാമിലിയോടെ ഇനി എന്ത് ചെയ്യും? പ്രണവ് എന്നെ കണ്ട പിന്നെ ചോദ്യങ്ങളുടെ ഘോഷയാത്രയായിരിക്കും. എനിക്കിവിടെ നിന്ന് പോയേ പറ്റൂ. അമ്മയോടും അച്ഛമ്മയോടും അവരോട് വരണ്ടെന്ന് പറയാം. എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. ഇനി സൈറ മാമും ബോസും എന്നെ കണ്ട ഇവിടുന്ന് പോകാനും അനുവദിക്കില്ല. എനിക്കിപ്പോ യു മീൻ അതാണോ? പിന്നെ പോണോ അല്ലേ? എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം അല്ലേ? എന്നാ പോണ്ട. നീ ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ നിന്നെ കൈയോടെ പിടിച്ചു കഴിഞ്ഞു. നീ ഇവിടെ മോഷണം നടത്തുമായിരുന്നല്ലേ? മോഷണോ? ഞാൻ എന്തിനു മോഷ്ടിക്കണം? ഞാൻ ഒരു മോഷണവും നടത്തിയിട്ടില്ല. പിന്നെ നീ കള്ളിയെ പോലെ ഒളിച്ചൊളിച്ച് എവിടെയാ പോയത്? ഞാൻ കള്ളിയെ പോലെയൊന്നും അല്ലല്ലോ പോയത്. ഇവിടെ കണ്ണു കാണാത്ത ആള് നീയാ, ഞാനല്ല. ഞാൻ എല്ലാം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഓ, അപ്പോ നീ എന്റെ അടുത്തുനിന്ന് ഒളിച്ചതാണല്ലേ? എന്നെ അത്രയ്ക്ക് പേടിയാണോ? കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ, ഞാൻ നിന്റെ ദൈവത്തെക്കാൾ വലുതാണെന്ന്. അതുകൊണ്ടാ പേടി? നോ പ്ലീസ്, എനിക്ക് പോണം. എന്നൊന്ന് പോവാൻ അനുവദിക്കോ? നീ ആരെയാ തിരയുന്നത്? നിന്റെ ദൈവത്തെയാണോ? അദ്ദേഹത്തിന്റെ ഇവന്റ് വേറൊരു സ്ഥലത്താണ് നടക്കുന്നത്. എന്റെ ഇവന്റിലേക്ക് അദ്ദേഹം വരുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് നിന്നെ ഇവിടെ നിന്ന് ആരും രക്ഷിക്കാൻ പോകുന്നില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? നീ ഒന്ന് ടെൻഷൻ അടിക്കാൻ നിൽക്ക്, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താന്നേ. അതുകൂടി കഴിഞ്ഞാലുണ്ടല്ലോ, നീ ചിലപ്പോ എന്റെ 10ാം നമ്പർ 1 ആവും. താങ്കൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എന്നെ പോകാൻ അനുവദിക്കൂ. ആ ശബ്ദം നീ കേൾക്കുന്നില്ലേ? അത് നിന്റെ ദൈവത്തിന് വേണ്ടിയുള്ളതല്ല, എനിക്ക് വേണ്ടിയാ. ശരി ശരി, ഞാൻ സമ്മതിച്ചു. നിങ്ങൾ എല്ലാത്തിനേക്കാളും വലുതാ, ദൈവത്തിനേക്കാളും വലുതാ. എന്നെ പോവാൻ അനുവദിക്കൂ. ഇല്ല, നീ പറ. അബി വിജയിക്കട്ടെ എന്ന്. അബി വിജയിക്കട്ടെ. പ്ലീസ്, ഞാനൊന്ന് പോയിക്കോട്ടെ. Come on, say it. അബി വിജയിക്കട്ടെ. പ്ലീസ്. അബി വിജയിക്കട്ടെ. ഏയ് പ്രണവ്, വാട്ട്സ് അപ്പ് ബഡി? കമോൺ കമോൺ കമോൺ. എന്താ ഇങ്ങനെ നോക്കുന്നേ? നീ പേടിക്കാതെ ഇങ്ങോട്ട് വാ. ആക്ച്വലി meet her. She is Katadi, my Katadi.
നീ മുഖം എന്തിനാ മറക്കുന്നേ? നീ ഒന്ന് നോക്ക്. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ പ്രണവ്, എന്റെ സഹോദരനെ പോലെ. ഇത് നികിത. ഷീസ് നികിത, ദാറ്റ്സ് പ്രണവ്. ഒന്ന് കൈ കൊടുത്തേ. കം ഓൺ നികിത. ഏയ് ശ്ശെ. പ്രണവേ, ഈ നികിതയെ പറ്റി പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷെ പറഞ്ഞു തുടങ്ങിയ ഈ രാത്രി തന്നെ മതിയാവില്ല ചിലപ്പോ. ഇതെന്റെ ഫാൻ നമ്പർ 1 ഇൻ ഷോർട്ട്. പിന്നെ ഉണ്ടല്ലോ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കണ്ടിട്ട് എന്റെ ഭക്തിയാവാൻ പോവാ. എന്നെ ചെറിയ പേടിയൊക്കെ ഉണ്ട്, ചെറിയ പേടി. ഷോക്കായി നിൽക്കുക, കണ്ടില്ലേ? ശേഖർ സർ സാറിനെ അന്വേഷിക്കുന്നുണ്ട്. മിസ്റ്റർ ശേഖരൻ എന്നെ ആരതി ഒഴിയാനാണോ? ആ, ഞാൻ വരാന്ന് പറഞ്ഞേക്ക്. ആ സർ. അപ്പോൾ ശരിയെന്നാ, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചേക്ക്. ഞാൻ ചെന്ന് മിസ്റ്റർ ശേഖരനൊന്ന് കണ്ടിട്ട് വരാം. ഓർഗനൈസർ ആയി പോയില്ലേ? ചേച്ചി, ഇതൊക്കെ എന്താണ്? അഭി ചേച്ചിയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ചേച്ചി അവനോട് സംസാരിക്കുകയും ചെയ്തു. അവനും തിരിച്ച് സംസാരിച്ചു. എന്തായി നടക്കുന്നത്? പിന്നെ പിന്നെ അഭി ചേച്ചി എന്ത് പേരിലാണ് വിളിച്ചിട്ട് ഇപ്പം അങ്ങോട്ട് പോയത്? നിഖിത. ആ, നികിത. അവൻ എന്തിനാ ചേച്ചി അങ്ങനെ വിളിച്ചത്? ചേച്ചി അവൻ തിരിച്ചറിഞ്ഞായിരുന്നോ? പിന്നെ പിന്നെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് പറയാം. ഞാൻ എല്ലാം പറയാം പ്രണവ്. ഐ എം സോറി ഞാൻ ഇതുവരെ നിന്നോട് പറയാത്തതിന്. ആക്ച്വലി ഞാൻ അദ്ദേഹത്തെ കുറച്ചുനാൾ മുൻപ് കണ്ടിരുന്നു. ഞാൻ വർക്ക് ചെയ്തിരുന്ന മ്യൂസിക് കമ്പനിയിൽ, ആ കമ്പനിയിൽ അദ്ദേഹത്തിന്റെ പുതിയ കോൺട്രാക്ട്, പിന്നെ ഈ ആൽബം ലോഞ്ചും ഇവന്റും ഇതെല്ലാം ഇവർ അറേഞ്ച് ചെയ്തതാ. ഞാൻ ഇവിടുത്തെ റിസപ്ഷനിസ്റ്റാ. അദ്ദേഹം എന്നെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അദ്ദേഹം വിചാരിക്കുന്ന ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഫാനാന്ന്. ഒരിക്കൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ വരെ വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അടുത്ത് നിന്നാലും അദ്ദേഹം തിരിച്ചറിയുന്നില്ലെന്ന്. ചിലപ്പോ ഇതൊക്കെ വിധിയായിരിക്കും പ്രണവ്. ദൈവം വിചാരിക്കുന്നതും ഞങ്ങൾ ഇങ്ങനെ കണ്ടുമുട്ടണമെന്നാവും. ഐ എം റിയലി ഹാപ്പി ടു നോ ദാറ്റ്. ബട്ട് ചേച്ചി ഇതൊക്കെ എന്നോട് ആദ്യമേ പറയാതിരുന്നത് എന്തുകൊണ്ടാ? പിന്നെ ചേച്ചി ജോലിക്ക് പോയി തുടങ്ങിയ ശേഷം നമ്മൾ ഒരുപാട് തവണ കണ്ടതല്ലേ? അപ്പോഴൊന്നും ചേച്ചി എന്തുകൊണ്ടാ പറയാതിരുന്നത്? അതെ പ്രണവ്, എനിക്കറിയാം. പക്ഷെ ഞാൻ കരുതി നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം, നിനക്കിതിലൊന്നും ചെയ്യാനാവില്ലല്ലോന്ന്. ഞാൻ ഉദ്ദേശിച്ചത് ഈ ആൽബത്തിന്റെ ലോഞ്ച് കഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് അടിക്കടി കാണേണ്ടി വരില്ലല്ലോന്ന്. ചിലപ്പോ ഇനി പരസ്പരം കണ്ടില്ലെന്നും വരാം. ആദ്യം ഞാനാണ് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് ദൂരേക്ക് പോയത്. ഇനി അദ്ദേഹം ദൂരേക്ക് പോവും. അല്ല, ചേച്ചി എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ? അവൻ എന്തിനാ ദൂരേക്ക് പോകുന്നത്? ചേച്ചി എന്നോട് ഇത് പറയേ. ചേച്ചി അവനിന്ന് അകന്നു പോയത് കാരണം നമുക്ക് തോന്നി ഇതൊക്കെ അബിയുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞത്? പ്രിയച്ച് കണ്ടു കഴിഞ്ഞാൽ ചേച്ചിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമെന്ന്. ബട്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നല്ല കാര്യമല്ലേ ഇത്? പിന്നെ അവൻ ചേച്ചിയെ കണ്ട ശേഷവും വളരെ നോർമൽ തന്നെയാണ്. ചേച്ചി തിരിച്ചറിയാനും കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഇക്കാര്യം അച്ഛമ്മ ഉടൻ തന്നെ അറിയിക്കണമെന്ന്. ഇതറിയുമ്പോൾ അച്ഛമ്മയ്ക്ക് സന്തോഷമാവും. പിന്നെ പ്രിയേച്ചി തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അച്ഛമ്മ ഉറപ്പായിട്ടും എന്തെങ്കിലും ഐഡിയയും കണ്ടുപിടിക്കും. ഇല്ലില്ല, അങ്ങനെ ചെയ്യാനാവില്ല പ്രണവ്. ഈ സമയത്ത് അങ്ങനെ ചെയ്യുന്ന വളരെ തെറ്റാ. നിനക്കറിയാലോ, ആ വീട്ടിൽ ആലിയയുടെ ഭരണം മാത്രം നടക്കുന്നത്. ആലിയ പറയുന്നതെല്ലാം അദ്ദേഹം കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോ ഞാൻ അവിടേക്ക് വരാൻ ആലിയ ഒരിക്കലും അനുവദിക്കില്ല. ആ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ എനിക്ക് ടെൻഷൻ കൂടി സന്തോഷവും കുറയും. ഇനി അഥവാ എപ്പോഴെങ്കിലും എനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ നീ ഉണ്ടല്ലോ എന്നെ സഹായിക്കാൻ. അന്ന് കഫേയിൽ വെച്ച് അദ്ദേഹത്തെ കാണാൻ സഹായിച്ചതുപോലെ മതി. ഇത് മിസ്റ്റർ അഭിഷേക് മേനോൻ, ഇന്നത്തെ ചീഫ് ഗസ്റ്റാണ്. ഗണപതി ഭഗവാന്റെ ആരതിയും പൂജയും ഇദ്ദേഹം ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വിളിക്കൂ. തിരുമേനി എന്താ തമാശ പറയാണോ? അതെ, എന്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കാതെ എങ്ങനെയാ ഭാര്യയെ വിളിക്കുന്നത്? അഭി സാർ, ഈ പൂജ ചെയ്യേണ്ട ജോഡിയായിട്ട് ഇതിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് എന്ത് റൂളാ തിരുമേനി? ഇത് റൂളല്ല, ഈ പൂജയുടെ ശരിയായ രീതിയാണ്. ഒരു വിളക്കില്ലാതെ ആരതി ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീ ഇല്ലാതെ ഈ പൂജയും പൂർത്തിയാകില്ല. ശരിക്കും നോക്കിയോ? പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോ. അത് ശരിയല്ല. മനസ്സിൽ സർവേശ്വരനോട് വളരെയധികം ഭക്തിയും അത്രയും തന്നെ ബഹുമാനവും അതുപോലെ തന്നെ വിശ്വാസവും സ്നേഹവും ഉള്ളവർക്ക് ഈ പൂജ പൂർത്തീകരിക്കാൻ സാധിക്കും. എന്നാൽ മാത്രമേ ഈ പൂജയ്ക്ക് ഫലപ്രാപ്തി ഉണ്ടാകൂ. വെയിറ്റ്, ലെറ്റ് മീ സീ. ഇവളെക്കാളും ഭക്തിയുള്ള മറ്റാരും കാണില്ല. ഈശ്വരന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ പ്രസംഗം നടത്തിയ പാർട്ടിയാണ്. ഒരു പൂജ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ യജ്ഞം നടത്തിക്കളയും. എക്സ്ക്യൂസ് മീ തിരുമേനി. ഹലോ, ഫ്രീ ആണോ? അതെ. എന്നവാ പൂജയാ. പക്ഷെ നിങ്ങൾ എങ്ങനെയാ പൂജ ആരതിയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ദൈവത്തെ വിശ്വാസമില്ലല്ലോ. ആ അതെ അതെ, പക്ഷെ പൈസയിൽ വിശ്വസിക്കുന്നല്ലോ. എനിക്ക് പൈസയാണ് ദൈവം.
20 lakhs കിട്ടി ഇതൊക്കെ ചെയ്യാനായിട്ട്. ഓ മൈ ഗോഡ്. ലക്ഷ്മി ദേവി മുന്നിൽ കൂടെ പോയപ്പോ ഞാനും വിട്ടുകളഞ്ഞില്ല. കൈ നീട്ടി 20 ലക്ഷം പ്രസാദമായിട്ട് ഞാനും അങ്ങ് വാങ്ങിച്ചു. നല്ലതല്ലേ? കമോൺ കമോൺ കമോൺ, ലെറ്റ്സ് ഗോ. ഇവളുണ്ടല്ലോ എന്റെ ഫാൻ നമ്പർ 1 ആണ്. പിന്നെ ഭഗവാന്റെ ഭക്ത നമ്പർ 1. ഭഗവാനായിട്ടൊക്കെ ഡയറക്റ്റ് കണക്ഷനുള്ള ആളാ. ഇൻഫാക്ട് ദൈവം ഇവൾക്ക് ദർശനം കൊടുത്തിട്ടുണ്ട്. സത്യസന്ധമായ ഭക്തി ആർക്കാണോ ഉള്ളത്, ഈശ്വരൻ അവരുടെ സമീപത്ത് തന്നെ ഉണ്ടാകും. ഈ പ്രിയ ഇപ്പൊ എവിടെന്നാ വന്നേ? അവൾ അവിടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് ഏട്ടനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. ഈ പ്രിയ ഒരു അവസരവും വിടില്ല. അവള് വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവളുടെ അഹങ്കാരം കൂടിക്കൂടി വരിക. വാ ശരി അമ്മേ. ശരി പോകാം. അമ്മയാണ് ശരിക്കും നീ താമസിക്കുന്നത്. വെറുതെ ബഹളം എപ്പോ വെക്കരുത്. നോക്കിയാലും ഫോണും പിടിച്ചോണ്ടിരിക്കും. ആ ആ. ആ നിങ്ങളോ? സരള നമസ്കാരം. 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 സുഖാണോ? ആ സുഖമാണ്. ഇത്ര പെട്ടെന്ന് എങ്ങനെ ഞങ്ങൾ ഓർമ്മ വന്നത്? കുറച്ചു നാളായി ചിന്തിക്കുന്നു നിങ്ങളെ വന്നൊന്ന് കാണാമെന്ന്. പിന്നെ കരുതി ഇന്ന് തന്നെ വരാമെന്ന്. അങ്ങനെ കരുതിയത് വളരെ നന്നായി. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ശരിയായ സമയത്തല്ല വന്നതെന്ന്. നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണോ? ആ, ചേച്ചി, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് പോയിട്ട് പിന്നീട് ഒരു ദിവസം വന്നാലേ. ഇല്ല അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഗണപതി ഭഗവാന്റെ ദർശനത്തിന് പോകാൻ ഇറങ്ങിയതാ. അതിന് പിന്നെയാക്കാം. നിങ്ങൾ വരൂ വരൂ വരൂ, ഇരിക്കൂ. ഇരിക്കും. ജാനകി, എല്ലാവർക്കും കുടിക്കാനെടുത്തേ. ഇപ്പൊ കൊണ്ടുവരാം. പ്രിയെ കാണുന്നില്ലല്ലോ. വീട്ടിലില്ലേ? അതെന്താന്ന് വെച്ചാ പ്രിയ പുതിയൊരു ജോലിക്ക് പോകാൻ തുടങ്ങി. അതുകൊണ്ട് രാവിലെ തന്നെ ഇവിടുന്ന് അങ്ങ് ജോലിക്ക് ഇറങ്ങും. അതേതായാലും വളരെ നന്നായി. പ്രണവ് എന്നോട് പറഞ്ഞിരുന്നു ഇപ്പോൾ അവൾ ജോലിക്ക് പോകുന്നുണ്ടെന്ന്. ജോബിൽ ബിസി ആയിരിക്കും. മനസ്സിലെ വിഷമം കുറയും. നമസ്കാരം. നമസ്കാരം. നമസ്തേ ജാനകി, എങ്ങനെയിരിക്കുന്നു? സുഖം തന്നെയല്ലേ? ആ ശരി, നീ ഇനി എല്ലാവർക്കും പോയി ചായ എടുത്ത് കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. അത് ജിലേബിയോ സമൂസയോ എന്തെങ്കിലും. I'll catch you later. ഞാൻ പിന്നീട് വിളിക്കാം. ആലിയ, പ്രണവ് പ്ലീസ് എക്സ്ക്യൂസ് മീ. എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോലിയുണ്ട്. ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ ഇമ്പോർട്ടന്റ് ജോലി എന്താണെന്ന്. ഞാനത് കണ്ടതുമാണ്. പിന്നെ നിന്റെ ജോലി നീ വളരെ വളരെ നന്നായിട്ടാ ചെയ്യുന്നത്. അതുകൊണ്ട് നീ രാവിലെ വീട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരാൻ സമ്മതിക്കാതിരുന്നത്. കാരണം നിന്റെ ഇമ്പോർട്ടന്റ് ജോലി ആരും തടയാതിരിക്കാൻ വേണ്ടിയിട്ട്. നീ എന്താ പറയാൻ ഉദ്ദേശിച്ചത്? ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിന്റെ ഇമ്പോർട്ടന്റ് ജോലിയില്ലേ, അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. പിന്നെ നീ എന്തുകൊണ്ട് വീട്ടിൽ ആരും ഈ ഈവന്റിന് പങ്കെടുക്കാൻ സമ്മതിക്കാതിരുന്നു ആലിയ? എന്തോറ്റി? നിന്റെ വായ അടഞ്ഞു പോയോ? എന്തെങ്കിലും പറയ, അല്ലെങ്കിൽ വെറുതെ ചെലച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ നീ. കള്ളം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ അതും പറയ. കാരണം എന്താന്ന് വെച്ചാൽ എനിക്കറിയണം നീ കള്ളം പറഞ്ഞ് ഏത് അറ്റം വരെ പോവുമെന്ന്. പ്ലീസ് പ്രണവ്, ഈ ഇവന്റ് ഏട്ടന് വളരെയധികം ഇമ്പോർട്ടന്റ് ഇവന്റ് ആണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനെ മോശമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നിനക്ക് സത്യം മനസ്സിലായി തോന്നുകയാണെങ്കിൽ then I'm fine with it. You are fine with it. ആലി, നീ നിന്റെ മുഖം ഒന്ന് നോക്കേ. നിനക്ക് എന്തുമാത്രം പേടിയാണെന്ന്. പിന്നെ നീ ഒരുപാട് ഇൻസെക്യൂർ ആണ്. എന്നിട്ട് നീ ഫൈൻ എന്ന വാക്ക് കൂടെ പറഞ്ഞോണ്ടേയിരിക്കുക. അത് സ്യൂട്ട് ആവുന്നേ ഇല്ല. പിന്നെ ചില ആളുകൾ പ്രണയിക്കുന്ന ആൾക്കാരെ കണ്ട ഇങ്ങനെ ചൊറിഞ്ഞോണ്ടേയിരിക്കും. അത് സാരമില്ല. നീ പ്രിയേച്ചി അഭിയെ അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിന്നെ കൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. നീ അവരെ പിരിക്കാൻ ശ്രമിക്കും തോറും അവരെ അടുത്തോണ്ടേയിരിക്കുക ആലിയ. അതുകൊണ്ട് നീ എത്ര വേണമെങ്കിലും ശ്രമിച്ചോളൂ, പക്ഷെ അവരെ പിരിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. പിന്നെ നീ അബിയുടെ പഴയ ഓർമ്മകൾ തിരികെ വരാതിരിക്കാൻ വീട്ടിലെ ആരെയും ഇങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞു അല്ലേ? നിന്റെ വൃത്തികെട്ട വലിയൊരു പ്ലാൻ ആയിരുന്നു അത്. അതിന്റെ ശരിക്കുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം ആലിയ. നീ ആഗ്രഹിച്ചത് ഇതായിരുന്നു, അബി ഒരിക്കലും പ്രിയേച്ച് കാണുന്നത് വീട്ടുകാരെ അറിയാൻ പാടില്ലാന്ന്. അതല്ലേ ശരിക്കുള്ള റീസൺ, ശരിയല്ലേ? ബട്ട് അബി പ്രിയേച്ച് കണ്ട ശേഷം എന്താ ഉണ്ടായത്? എന്താ സംഭവിച്ചത്? അത് നീയും കണ്ടല്ലോ. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. അബി പ്രിയേച്ചും വളരെ നോർമലായിട്ടാ സംസാരിച്ചത്. ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഇൻഫാക്ട് അവൻ ചേച്ചിയുടെ കൂടെ എൻജോയ് ചെയ്യായിരുന്നു. അവൻ ഹാപ്പി ആയിരുന്നു. കാരണം എന്താണെന്ന് ശരിക്കും അവൻ അറിയില്ല. പക്ഷെ അതും അവൻ വേഗം തന്നെ അറിഞ്ഞോളൂ. ഒരു ദിവസം ഉറപ്പായിട്ടും അറിയും. പക്ഷെ അത് അറിഞ്ഞു കഴിയുമ്പോൾ അവൻ എങ്ങനെയാ പ്രതികരിക്കാൻ പോകുന്നതെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ബട്ട് അത് കഴിഞ്ഞ ആലിയ നിന്റെ അവസ്ഥ എന്താകുമെന്ന് ദൈവത്തിന് പോലും അറിവുണ്ടാവില്ല. എനിക്ക് വളരെ നന്നായിട്ട് അറിയാം പ്രണവ്. നിനക്ക്